ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയാലോ. നമ്മൾ പലരും യാത്ര ചെയ്യുന്ന സമയത്ത് വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ളവരായിരിക്കും അല്ലേ. എനിക്ക് അധികം ഉണ്ടാവാറില്ല, പക്ഷെ എൻ്റെ പല ഫ്രണ്ട്സും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് യാത്ര ചെയ്യുമ്പോൾ വളരെയധികം വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടെന്ന്. അപ്പോൾ ഇതിന് തടയാൻ സാധാരണ നമ്മൾ ഗുളിക കഴിക്കാറാണല്ലേ പതിവ്. പക്ഷെ ഒരു ബാൻഡ് വെച്ചിട്ട് നിങ്ങളുടെ വോമിറ്റിംഗ് ടെൻഡൻസി തടയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഞാനും വിശ്വസിച്ചിരുന്നില്ല. എങ്ങനെയായിരിക്കും ഇത് എന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു. എൻ്റെ ഒരു ചേച്ചിയാണ് എന്നോട് ഇത് ആദ്യമായിട്ട് പറയുന്നത്. ഞാൻ ഓസ്ലോയിൽ എത്തുമ്പോഴാണ് ഇത് അറിയുന്നത്. അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തി. അപ്പോൾ എനിക്ക് കിട്ടിയ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പൾസ് നമ്മുടെ കൈത്തണ്ടയുടെ അടിഭാഗത്തുള്ള മീഡിയൻ നെർവ് വഴി നമ്മുടെ ബ്രെയിനിലേക്കും അതിൻ്റെ തൊട്ടടുത്തുള്ള ഡോൾസോ വാഗോ കോംപ്ലക്സിലേക്കും എത്തുന്നു. പിന്നീട് വാഗസ് നെർവ് വഴി ഒരു ഇമ്പൾസ് നമ്മുടെ സ്റ്റൊമക്കിലേക്കും എത്തുന്നു. അങ്ങനെ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ സാധാരണയായിട്ടുള്ള ന്യൂറൽ പാത്വേസിന് മാറ്റം വരുത്തിയിട്ട് ഗാസ്ട്രിക് റിതം മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതായത് ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനും അതുപോലെ നമ്മുടെ സ്റ്റൊമക്കും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണം അല്ലേ. അതായത് ഈ ഛർദ്ദിക്കാൻ വരുന്നു എന്നുള്ള ഒരു മെസ്സേജിന്റെ കൈമാറ്റം നടക്കണം. അത് തടഞ്ഞുകൊണ്ടാണ് ഇത് ആക്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോഴും ഒരുപാട് സ്റ്റഡീസ് ഇതിനെക്കുറിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൈഗ്രെയിൻ കൊണ്ടുണ്ടാകുന്ന തലവേദന, അതുപോലെ പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകുന്ന ഛർദി, ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ ഒരു പരിധി വരെ ഇത് സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് കീമോതെറാപ്പി ഒക്കെ ചെയ്തിട്ടുള്ള പീഡിയാട്രിക് പേഷ്യൻസ്, അതായത് ചെറിയ കുട്ടികളിൽ ഇത് അത്ര എഫക്റ്റീവ് അല്ല എന്നും തെളിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കയ്യിൽ എന്തെങ്കിലും വേദനയോ നീർക്കെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കളർ വ്യത്യാസമോ വ്രണോ അങ്ങനെ എന്തെങ്കിലും ഉള്ള കൈയാണെങ്കിൽ നമ്മളിത് കെട്ടാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. ഇനി രണ്ട് കയ്യിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഉപയോഗിക്കാതിരിക്കുക. ഒരു കയ്യിലുള്ളെങ്കിൽ മറ്റേ കയ്യിൽ ഉപയോഗിക്കുക. ഇനി ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ രണ്ട് കയ്യിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. യാത്രയിൽ വോമിറ്റിംഗ് ടെൻഡൻസിയുള്ള നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം, ബൈ.